ഹലോ ക്ലാസ്, എന്റെ പേര് വീണ. വെൽക്കം ടു ലേൺ വൈസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു IMC പാർട്ട് 2 ആണ്. സോ ഓൾറെഡി നമ്മൾ പാർട്ട് 1 പഠിച്ചു കഴിഞ്ഞിരുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൽ പഠിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സോ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണ് ഡെഫിനിഷനിലെ ഫോക്കസ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, IMCയുടെ പ്രോസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വെരി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ റീസൺസ് ഓർ റേഷണൽ റീസൺസ്, സ്ട്രാറ്റജിക് റീസൺസ് വൈ വി ഷുഡ് ചൂസ് IMC ഓവർ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് വരെ പഠിച്ചത്. സോ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലാസ്റ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മിക്സ്, പ്രൊമോഷൻ മിക്സ് എന്നൊക്കെയുള്ള ഒരു ടേമിനെ പറ്റി ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പ്രൊമോഷൻ മിക്സ്. എന്താണ് പ്രൊമോഷൻ മിക്സ്? പ്രൊമോഷൻ മിക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പീസിലെ ഒരെണ്ണമാണ്. അതായത് മാർക്കറ്റിംഗ് മിക്സ് 11th 12th അല്ലെങ്കിൽ ഡിഗ്രീസിലൊക്കെ ഓൾറെഡി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് അറിയാം ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്. നമുക്ക് ഡീപ്പ് ഇൻസൈറ്റ് പഠിക്കാം ഈ ഒരു യൂണിറ്റില്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊമോഷൻ മിക്സ് എന്താണെന്ന് നോക്കാം. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂനെ നമ്മളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ് ചെയ്യുന്നു അതിനാണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കുറെ ടൂൾസും കുറെ സ്ട്രാറ്റജീസും ഒക്കെ യൂസ് ചെയ്യും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ടാർഗറ്റ്? നമ്മളുടെ ഈ ബ്രാൻഡിനെ പറ്റി, അതിന്റെ വാല്യൂവിനെ പറ്റിയൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റമേഴ്സിന് ജസ്റ്റ് ബ്രാൻഡിന്റെ അവയർനെസ് മാത്രമാണ് കൊടുക്കുന്നത് അല്ല, നമ്മളവിടെ പറയുന്നത് നമ്മളുടെ ബ്രാൻഡ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഗോൾ എന്താണ്, അതേപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്ന് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നു. ദയവായി നമ്മൾ എന്താണ്, നമ്മളുടെ കമ്പനിയുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്താന്ന് നോക്കി. ഇനി ഈ പ്രൊമോഷൻ മിക്സിന്റെ എവല്യൂഷൻ, ലൈക്ക് അത് എവിടുന്നാണ് വന്നത്, ഒറിജിൻ നമുക്ക് അറിയണ്ടേ. സോ മാർക്കറ്റിംഗ് മിക്സിന്റെ 4 പീസിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന പ്രൊമോഷൻ മിക്സ്. ദ 4th P എന്ന് പറയുന്നതാണ് പ്രൊമോഷൻ മിക്സ്. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ഇൻ പ്രൊമോഷൻ. അങ്ങനെയാണ് മാർക്കറ്റിംഗ് മിക്സിന്റെ 4 P's വരുന്നത്. ഇനി മാർക്കറ്റിംഗ് മിക്സ് എന്താണ്? നമ്മുടെ കമ്പനി എന്തൊക്കെ ടാക്ടിക്സ്, അതായത് എന്തൊക്കെ തന്ത്രപരമായ കാര്യങ്ങളൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിന്റെ അടിസ്ഥാനമായ കൺസെപ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് എല്ലാ മാർക്കറ്റിംഗ് മിക്സിന്റെ ഈ ഒരു എലമെന്റ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വെക്കാം. സോ പ്രൊഡക്റ്റ് മിക്സ് പലർക്കും ഇതിനെ പറ്റി അറിയാതിരിക്കാം, ബട്ട് എങ്കിലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഒരു മിക്സസിനെ എല്ലാം ഒന്ന് പരിചയപ്പെടാം. സോ പ്രൊഡക്റ്റ് മിക്സ് എന്താണ് കമ്പനി സെല്ല് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ ക്വാളിറ്റി ആണ്, ഏത് സ്റ്റാൻഡേർഡ്സിലാണ്, ഇത് ഏത് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെയാണ് എയിം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റ് മിക്സിൽ ഒരു കമ്പനി ഫോക്കസ് ചെയ്യുന്ന കാര്യം. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ആപ്പിൾ ഐഫോൺസിന് എന്താണ് അവരുടെ iOS, ലൈക്ക് ആ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസും ഹൈ യൂസർ എക്സ്പീരിയൻസ്, ഒരു ഗുഡ് യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. ലാഗ് ഇല്ലാണ്ട്, അധികം അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഇല്ല, അതുപോലെ എന്താ ജങ്ക് ആപ്സ് ഇല്ല. ജങ്ക് ആപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറെ അൺവാണ്ടഡ് ആപ്സ് കാണത്തില്ലേ. നമ്മളിപ്പോ ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ റെഡ്മിയുടെ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ കുറെ ആപ്സ്, ഈ മോജ് അതേപോലെയുള്ള കുറെ സോഷ്യൽ ആപ്സ്, നമുക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും, പല ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ. പിന്നെ അവരെന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ലുക്സിനെ പറ്റി ഒത്തിരി മാറ്റർ ചെയ്യും. അതിന്റെ ആ സ്ലീക്ക് ഡിസൈൻ, ലൈക്ക് കോമ്പാക്ട് ആയിട്ടുള്ള കയ്യിൽ ഒതുങ്ങുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് നമ്മളുടെ എന്താണ് ഐഫോൺസിനുള്ളത്. പിന്നെ ഹൈ ക്വാളിറ്റി ക്യാമറയെ പറ്റി പറയുന്നത്. സോ പ്രൊഡക്റ്റ് മിക്സ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രൊഡക്റ്റിനെ പറ്റി, ആ ഒരു കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയാണ് പ്രൊഡക്റ്റ് മിക്സ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് മിക്സ്. ബൈ ദ നെയിം ഇറ്റ്സെൽഫ് വി നോ എന്താണ്
പ്രൈസാണ് ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് അവർ ഇത്രയാണ് ഒരു പ്രൊഡക്റ്റിന് വില്ലിംഗ് ആയിട്ടുള്ളത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എയിം ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ വെച്ച് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് ചെയ്യേണ്ടത്, അല്ലെ? ഒരു പ്രീമിയം ബ്രാൻഡ് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനം പ്ലസ് പ്രീമിയം പ്രൈസിംഗും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സിന്റെ കോഫി, ഒരു കോഫി നമുക്ക് 15 റുപ്പീസ് തൊട്ട് മാർക്കറ്റിൽ കിട്ടും. ബട്ട് ആ ഒരു കേസാണോ നമ്മൾ സ്റ്റാർബക്സിൽ പോയാൽ? അല്ല. സ്റ്റാർബക്സിൽ 350 ആൻഡ് അപ്വേർഡ് 750 ആൻഡ് പ്ലസ് ആയിട്ട് നമുക്ക് ഓഫേഴ്സ് കിട്ടുന്നതും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോഫി വാങ്ങാൻ പറ്റുന്നത്. സോ പ്രീമിയം പ്രൈസിങ്, ഹൈ ക്വാളിറ്റി കോഫി ബീൻസ്, പിന്നെ അവിടുത്തെ കസ്റ്റമേഴ്സിന് ഒരു പ്രീമിയം എക്സ്പീരിയൻസുമാണ് അവരുടെ കഫേയിൽ സ്റ്റാർബക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ? ആദ്യമേ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു കോഫി മഗ് ഓർ വാട്ട് എവർ ദ ഗ്ലാസസ്, അതിൽ നമുക്ക് പേര് എഴുതിയൊക്കെയാണ് അവര് പേര് വിളിച്ചൊക്കെയാണ് തരുന്നത്. സോ അതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറച്ച് ഓക്കെ സംബഡി ഈസ് റീഡിങ് ഔട്ട് മൈ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് പ്രൈസ് മിക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി പ്ലേസ് മിക്സ് എന്താണ്? പ്ലേസ് മിക്സ് ആക്ച്വലി നമ്മൾ ഏത് ചാനലിൽ കൂടെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത്, ഏത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണ്ടേ നമ്മുടെ പ്രൊഡക്റ്റ്, ആ ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ചാനലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. സോ അതൊരു ഷോപ്പിന്റെ ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ചാനൽസ് ആവാം. അപ്പൊ ആ ലോജിസ്റ്റിക്സിന്റെ ഫുൾ സപ്ലൈ ചെയിൻ മൂവ്മെന്റ് എന്താണ് ഈ ഒരു പ്ലേസ് മിക്സിലാണ് ഉള്ളത്. മാർക്കറ്റ് കവറേജ്, സോ ആമസോൺ ഒക്കെ എന്ന് വെച്ചാൽ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അല്ലെ? ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ക്ലൗഡ് കിച്ചൺ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്, അല്ലെ? സാധനം നമുക്ക് കയ്യിൽ കിട്ടും, പക്ഷെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതും പ്രൊഡക്റ്റിനെ നമ്മൾ കാണുന്നതും ഇത് ഫീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി മാത്രം ആയിരിക്കും, അല്ലെ? ഒപ്പം തന്നെ അവർ എന്താണ് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റമറിന് മാത്രമല്ല അവര് സാധനം വിൽക്കുന്നത്, അല്ലെ? അവര് ഒരു മാസ് ആയിട്ടുള്ള ഒരു ഏരിയൽ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഗ്ലോബൽ ആയിട്ട് അവർ MNC ആയിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, അല്ലെ? ഓക്കെ. സോ ഇവിടെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INCയുടെ നമ്മൾ എലമെന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് പ്രൊമോഷൻ മിക്സ് ആണ്, അല്ലെ? മാർക്കറ്റിംഗ് മിക്സിന്റെ എലമെന്റ്, ഫോർത്ത് എലമെന്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ മിക്സ് ആണ്. ആൻഡ് പ്രൊമോഷൻ മിക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ INCയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ലെറ്റ്സ് സി പ്രൊമോഷൻ മിക്സ് എന്താണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് യൂസ് ടു പെർഫോം, പെർസ്വേഡ് ആൻഡ് റിമൈൻഡ് കസ്റ്റമേഴ്സ് അബൌട്ട് ദി പ്രോഡക്റ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കസ്റ്റമറിന് ആ ഒരു ബ്രാൻഡിനെ പറ്റി അറിയിക്കാനും ആ ബ്രാൻഡ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതും, ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ റിമൈൻ ചെയ്യുക, എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കുക, ഓക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തീരാറായി, ഞങ്ങൾ ഇത്ര ശതമാനം ഓഫ് കൊണ്ടുവന്നിട്ടുണ്ട്, വേഗം ഗ്രാബ് യുവർ ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പേഴ്സ്വേസീവ്, അതായത് പ്രേരണ ഉള്ള കുറെ എന്താണ് ഇതുപോലെ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ പ്രൊമോഷണൽ സ്ട്രാറ്റജി, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻസ്, എൻഡോഴ്സ്മെന്റ് ബൈ അത്ലീറ്റ്സ്, സെയിൽസ് പ്രൊമോഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. കണ്ടിട്ടില്ലേ നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പം ജോർഡൻ, നൈക്കിയുടെ തന്നെ ജോർഡൻ ഉണ്ട്. അപ്പോ അതെന്ന് വെച്ചാൽ സ്പെസിഫിക്കലി അതിന്റെ ആ ഒരു ഡിസൈൻ പ്ലസ് അത് ഏത് മെറ്റീരിയൽ, അതിന്റെ അകത്തെ ആ ഒരു എന്താണ് ആ ഒരു എയർ പുഷ് ടെക്നോളജി, ഒരു ടെക്നോളജി ഉണ്ട് അവർ യൂസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ജോർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ അവർ ആ ഒരു ബാസ്കറ്റ്ബോളിൽ കളിക്കുമ്പോൾ അവരുടെ കാലിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷൂസ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോ അത് ജോർഡൻ ആക്ച്വലി പ്രൊമോട്ട് ചെയ്യുകയും കൂടെ ചെയ്യും. അദ്ദേഹം കൂടെയാണ് ഇതിൽ എന്താണ് കൊലാബ് ചെയ്തിട്ട് നൈക്കിയുടെ ജോർഡൻ റിലീസ് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ നമ്മൾ പല പ്രൊഫഷണൽസും അതുപോലെ തന്നെ ആർട്ടിസ്റ്റും ഒക്കെ തന്നെ സെയിൽസിന് പ്രൊമോഷൻ നൽകുന്ന കണ്ടിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റേജ് കൺസേർട്ടിലൊക്കെ കണ്ട അറിയാം, ആൾക്കാര് ഇപ്പൊ എന്തെങ്കിലും ഒരു വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ഡ്രിങ്ക് ആയിക്കോട്ടെ അവർ സ്റ്റേജിൽ വന്ന്
അത് ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് കുടിക്കുന്നതും അങ്ങനെയൊക്കെ കാണിക്കും. ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് അല്ലെ? അവരുടെ ഫാൻ ഫോളോയിങ് ഇനി നെക്സ്റ്റ് എന്താ വാങ്ങണം, അല്ലെങ്കിൽ എന്റെ ഒരു ഐഡൽ എന്ന് പറയുന്ന ഒരാള് കുടിക്കുന്ന ഇന്ന വാട്ടർ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് ആണെന്ന് പറയുമ്പോൾ അവര് ഒരു വട്ടമെങ്കിലും വാങ്ങി അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. പ്രൊമോഷൻ മിക്സിനെ പറ്റി അപ്പോൾ നമുക്ക് കൂടുതൽ പറയാം. ഇനി പ്രൊമോഷൻ മിക്സ് IMCയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ IMCയിൽ ഈ പറയുന്ന പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ എലമെന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ച് ഓഫ് ഇന്റഗ്രേറ്റഡ്, അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മെത്തഡ് യൂസ് ടു എക്സിക്യൂട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. സോ ഈ പറയുന്ന പ്രൊമോഷൻ മിക്സ് നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സിന്റെ ഒപ്പം തന്നെ IMC എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടനയാണ്. കാരണം എന്താണ്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആൾക്കാരിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊണ്ടുവരിക, ഒപ്പം തന്നെ അത് വാങ്ങാനുള്ള പ്രേരണ നൽകുക, സെയിൽസ് കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുക, ഒപ്പം തന്നെ കസ്റ്റമേഴ്സിനെ റിമൈൻഡ് ചെയ്യുക. അതായത് നമ്മൾ പുതിയ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഐഡിയ കൊടുക്കുന്നതിന് പുറമെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക, ബ്രാൻഡ് ലോയൽറ്റി കൊടുക്കുക. ബ്രാൻഡ് ലോയൽറ്റി എന്താണ്, കസ്റ്റമേഴ്സ് റീറ്റെയിൻ ചെയ്ത് നിൽക്കണം നമ്മുടെ അടുത്ത്. അവർക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് സെയിം ബ്രാൻഡ് പിന്നെയും ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊമോഷൻ മിക്സ് നമുക്ക് പല തരത്തിൽ പല മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് സ്ട്രാറ്റജീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ IMCയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നാ പറയുന്നത്. ഇപ്പം IMCയിൽ ഒരേപോലെ തന്നെ പ്രൊമോഷൻ മിക്സ് ഇപ്പം അവയർനെസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു, കണ്ടന്റ് അതേപോലെ തോട്ട്ഫുൾ ആയിട്ടും ഭയങ്കര ഡിഫറെന്റ് യുണീക്ക് ആയിട്ടൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെ, ഏത് ഒബ്ജക്റ്റീവ്സ്, അതെങ്ങനെയാണ് നമ്മളുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ഒത്തുചേർത്ത് പോവാൻ പറ്റുന്ന, കമ്പനിയുടെ ഒരു സ്ലോഗൻ വെച്ചിട്ട് ഒത്തുചേർത്ത് പോകാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിൾ അമൂലിന്റെ നമ്മളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അവരുടെ എല്ലാ അഡ്വർടൈസ്മെന്റ്സും കണ്ടാൽ നമുക്ക് അറിയാം. ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, അമൂൽ ദൂത് പീതാ ഹേ ഇന്ത്യ. അപ്പം ആക്ച്വലി അതൊക്കെ കേൾക്കുമ്പോ ആൾക്കാർക്ക് ഒരു വായിൽ ഇങ്ങനെ നിൽക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു ആ അമൂലിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു ആൾക്കാരെ അവെയർ ചെയ്യിക്കുക, വി ആർ സ്റ്റിൽ ഹിയർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊമോഷൻ മിക്സിൽ കൂടെയാണ്. സോ അത് IMCയില് പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ ആൾക്കാരുടെ ആ ഒരു ബിഹേവിയർ ഒക്കെ തിരിച്ചറിഞ്ഞ് ഇമോഷണലായിട്ടും മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ അവരെ അട്രാക്ട് ചെയ്ത് ഇതിൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രൊമോഷൻ മിക്സിന്റെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയും. മോസ്റ്റ് കോമൺ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം IMCയിൽ. ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ആണ്, പരസ്യം. അറിയാം, പബ്ലിക് റിലേഷൻസ്. നമ്മൾ ആദ്യമേ തന്നെ പബ്ലിക് റിലേഷനും ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞിരുന്നു, പബ്ലിക് റിലേഷനും പബ്ലിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. സോ പബ്ലിക് റിലേഷൻ ആക്ച്വലി നമ്മളുടെ ആ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കണം. പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ നമ്മളുടെ സാധാരണ കസ്റ്റമേഴ്സായിട്ട് ഒരു നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാലേ നമ്മളുടെ പ്രൊഡക്റ്റിനെ അവർ മറക്കാതിരിക്കുകയുള്ളൂ. അപ്പൊ അതാണ് പബ്ലിക് റിലേഷൻ. മെയിൻലി ഇന്റർവ്യൂ, പ്രസ് കോൺഫറൻസ് ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ തന്നെ. പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, നമ്മൾ പേഴ്സണലായിട്ട് ഇമെയിൽ, ഫോൺ കോൾസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് പേഴ്സ്യൂ ചെയ്തിട്ട് ആൾക്കാരോട് വാങ്ങാൻ ഉള്ള പ്രേരണ. ഒപ്പം തന്നെ സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്താണ്, ബൈ 1 get 1 free, ഒപ്പം തന്നെ 50% ഓഫ് ഓൺ ദിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ മണ്ടയ്ക്ക് ടാഗ് ലൈൻസ് കാണാം. അപ്പൊ എന്താണ്, ഒരു ആൾക്കാർ അത് വാങ്ങാനുള്ള ആ ഒരു ചാൻസ് കൂടുതലാണ്. ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ, 100 രൂപയുടെ സാധനം അറ്റ് 99 rupees only എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ ഒരു 100 3 ഡിജിറ്റും ആ ഒരു 2 ഡിജിറ്റിന്റെ ആ ഒരു ഡിഫറൻസിൽ സെയിൽസ് എന്തായാലും കൂടും. അതാണ് ഹ്യൂമന്റെ മൈൻഡിന്റെ ഒരു കളിയാണ് അതൊക്കെ. ആൻഡ് ഡിറക്ട് മാർക്കറ്റിംഗ്. ഡിറക്ട് മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ട്, ഡിറക്റ്റ് ആയിട്ട് നമുക്ക് 1-on-1 സെയിൽസിൽ അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മോളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം
ഈ ലിപ്സ്റ്റിക്സും അതെ കോസ്മെറ്റിക്സും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ ബ്രാൻഡിന്റെ അതിൻ്റെതായുള്ള റെപ്രസെന്റേറ്റീവ് വന്നിട്ട് നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈവൻ ഇഫ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ആണെങ്കിൽ പോലും അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം അവർ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. വൈ ഇറ്റ് വിൽ സൂട്ട് ഓൺ മീ ഓർ ഇറ്റ് വിൽ നോട്ട് സൂട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്കറിയാം, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ എന്താണ് ഓരോരോ വെബ്സൈറ്റ്സ്, ഒപ്പം തന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നുള്ള പലതരം പ്ലാറ്റ്ഫോംസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഗെറില്ല മാർക്കറ്റിംഗ്, ദിസ് ഇസ് സംതിങ് എൽസ്. അപ്പോ ഈ സാധനങ്ങൾ എല്ലാമാണ് നമ്മളുടെ IMCയുടെ എലമെന്റ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് ഈ സാധനം, ഈ ഒരു ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം എന്താണെന്നും കൂടി പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? കസ്റ്റമറിനെ അക്വയർ ചെയ്യാന്, ഒപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ഫോളോയിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ കൂടെ നമ്മളുടെ ഫോളോയിങ് പുതിയ കസ്റ്റമേഴ്സ് ആയിട്ട് ഇങ്ങോട്ട് വലിക്കാനുള്ള ആ ഒരു കാര്യം. അതെന്താണ്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു വിഭാഗം ആൾക്കാരെ കൂടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂടെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനും, ഒപ്പം തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ആ ഒരു റിട്ടൻഷൻ, കസ്റ്റമർ റിട്ടൻഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് ലോയൽറ്റി എന്നുള്ളൊരു തലത്തിൽ നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ശ്രമം നമ്മൾ ഈ ഒരു IMC കൂടെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇനി മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ 3 ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 ഒബ്ജക്റ്റീവ് 3 C's ആണ്. C എന്താണ്? കോമ്പറ്റ്, കൺവിൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ആൻഡ് ഈ പറയുന്ന കോമ്പീറ്റ് ചെയ്യാൻ, നമ്മൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന്റെ കാര്യം പറഞ്ഞു. കൺവിൻസ് ചെയ്യാൻ, എന്തിന്? ആൾക്കാരെ നമ്മുടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പേഴ്സ്യൂ ചെയ്യുക, പ്രേരിപ്പിക്കുക, അവരെ കൺവിൻസ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ്, നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബട്ട് മേക്ക് ഷുവർ ഈ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാം എപ്പോഴും ട്രൂത്ത്ഫുൾ, ക്ലിയർ, അതേപോലെ യൂസ്ഫുൾ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സത്യസന്ധത, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിസ് റിപ്രസെന്റേഷൻ, മിസ്കൺസെപ്ഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് തെറ്റിദ്ധാരണപ്പെടുത്തുന്ന എന്തെങ്കിലും പോലെ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്നും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പാടില്ല. നമ്മൾ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ് ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ്, ഒരു കാര്യം മാത്രം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടതാണ്. അനാവശ്യമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കാണേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു നീഡ് അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവ്സിനെ ഡീപ്പ് ആയിട്ട് എന്താണെന്ന് നോക്കാം. സോ കമ്പീറ്റ്, സ്റ്റേ അഹെഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ബൈ ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് ദ വാല്യൂ. സോ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട്, നമ്മുടെ റൈവൽ ആയിട്ട് ഒപ്പോസിഷൻ നിൽക്കുന്ന സെയിം, ഇപ്പം 2 ബ്രാൻഡ്, അതായത് ഒരു മേക്കപ്പ് ഓർ കോസ്മെറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോറിയൽ അല്ലെങ്കിൽ മാക് എന്ന് പറയുന്ന 2 ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും അവരുടെ രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് ആ ഒരു ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ 2 പേര് വലിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കും. അപ്പൊ ആ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം 2 പേർക്കും 2 ഐഡിയോളജി, ചിന്താഗതി, 2 ഫോക്കസ് ആയിരിക്കും ഉള്ളത്. ചിലർ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യും, ചിലർ പ്രൈസിൽ ഫോക്കസ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങളായിരിക്കും അവര് എയിം ചെയ്യുന്ന കാര്യങ്ങൾ. സോ അവര് ആ ഒരു കോമ്പറ്റീഷനിൽ അവർക്ക് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണം, അവരുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. വെള്ളം വീഴുമ്പോഴോ വേർക്കുമ്പോഴോ ഒക്കെ അത് ഒലിച്ചു പോകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ അവരെന്താണ് ഇന്നോവേറ്റീവ് ആയിട്ട് മാക്കുകാര്, ഇപ്പൊ ലോറിയൽ ഇങ്ങനെയാണ് കൊണ്ടുവന്നത്, മാക്കുകാർ ഇപ്പൊ എന്ത് ചെയ്തു, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നോൺ കോപ്പിങ് അല്ല, ബട്ട്
ഒരു ഫോർ ദ ടൈം ബീങ് ആ ഒരു ലോഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു കസ്റ്റമേഴ്സിന്റെ അട്രാക്ഷൻ, പിന്നെ കസ്റ്റമേഴ്സിനെ എങ്ങനെ അവരെ റിട്ടൈൻ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ ബ്രാൻഡിന്റെ ക്വാളിറ്റി, അഫോർഡബിൾ പ്രൈസ് എന്നൊക്കെയുള്ള മാറ്റേഴ്സിലായിരിക്കും. ബട്ട് അവർ ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പം എന്തായാലും ഒരു പരിധി വരെയുള്ള കസ്റ്റമേഴ്സിനെ അവർക്ക് പിടിക്കാൻ പറ്റും. സോ അതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ വാല്യൂ ഇഫക്റ്റീവ്ലി ടു ദ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ബ്രാൻഡിന്റെ കാര്യം, നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യം ഇഫക്റ്റീവ് ആയിട്ട് തന്നെ അറിയിക്കാം. നെക്സ്റ്റ് ഇസ് കൺവിൻസ്. അവരെ കൺവിൻസ് ചെയ്യാൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐഡിയാസ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്തിനാണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഐഡിയോളജി, അതേപോലെ തന്നെ നമ്മളുടെ കമ്പനിയുടെ ഐഡിയോളജി, നമ്മുടെ സർവീസ് എങ്ങനെയാണ്, നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡിനെ പറ്റി അഷ്യൂർ ആണോ, അതേപോലെ തന്നെ പലരും കണ്ടിട്ടുണ്ടോ നിങ്ങൾ യൂസ് ചെയ്ത് 10 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ റിസൾട്ട് ഇല്ല എങ്കിൽ യു ക്യാൻ റിട്ടേൺ യുവർ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. സോ അതെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി റിലേഷൻ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദെൻ കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും ക്ലിയർ ആയിട്ടും ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഫോളോയിങ്? അപ്പൊ ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ നമ്മൾ എന്താണ് സത്യവും അതേപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു അഡ്വർടൈസ്മെന്റ്സിൽ, അതായത് IMCയിൽ നമ്മൾ പറഞ്ഞു എല്ലാ മീഡിയം, എല്ലാ ചാനൽസിൽ കൂടെ നമ്മൾ ഒരു കസ്റ്റം മെസ്സേജ്, ഒരു ഫോംഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പെർസുവേഷൻ ഒക്കെ ആയിട്ട്. സോ ഈ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആ ലീഗൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവും. ഒപ്പം തന്നെ ഇഫക്റ്റീവ് കോമ്പറ്റീഷൻ. എന്താണ് ഓർഗനൈസേഷന് അവരുടെ സെഗ്മെന്റിന് നിന്ന് തന്നെ കൂടുതൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത്, അതായത് ഫൈറ്റ് ചെയ്ത് ആ ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുത്ത് അവരുടെ കസ്റ്റമേഴ്സിനെ ഗ്യാദർ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവും അല്ലെ. IMC കൂടെ നമ്മൾ എല്ലാ ചാനൽസിൽ കൂടെ ഈ പറയുന്ന അഡ്വർടൈസിങ്, ഡയറക്ട് സെല്ലിംഗ്, എല്ലാ ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ നമ്മളിങ്ങനെ എഫക്റ്റീവ് മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓബിയസ്ലി നമുക്ക് കസ്റ്റമേഴ്സ് കൂടും അല്ലെ. നമ്മൾ ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മളുടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമ്മുടെ കസ്റ്റമേഴ്സ് കൂടും. നെക്സ്റ്റ് ഇസ് ബ്രാൻഡ് ലോയൽറ്റി. നമ്മുടെ ബ്രാൻഡ് ലോയൽറ്റി നമ്മൾ കസ്റ്റമേഴ്സ് യുണീക് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ യുണീക് പ്രൊഡക്റ്റ് ബെനിഫിറ്റോ എന്തെങ്കിലുമൊക്കെ തന്നെ ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു പോയിന്റ് അത് വേറൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ എന്താണ് കസ്റ്റമർ ലോയൽ ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നിൽക്കും. നെക്സ്റ്റ് IMCയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. IMCയുടെ ഇമ്പാക്ട് എന്താണ്? IMC നമ്മൾ ഫുൾ ഓൺ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉള്ളൊരു കാര്യം. സോ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടൂൾസ് എല്ലാം കൂടെ ഒരുമിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് കൂടുതലായിട്ട് നമ്മുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാകുക, മാർക്കറ്റിൽ കൂടുതൽ ഷെയർ നമുക്കുണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു IMCയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. കൂടുതൽ ബ്രാൻഡ് അവയർനെസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനേക്കാൾ പുറമെ പുതിയ കസ്റ്റമേഴ്സും, അതേപോലെ പല കസ്റ്റമേഴ്സിലേക്ക് ചിലപ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ ആ ഒരു ഇൻഫർമേഷൻ ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാനൽസിൽ കൂടെ നമ്മളുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റ്സ് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എത്തുമ്പോഴത്തേക്ക് എന്താണ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അൺറീച്ചബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ മെസ്സേജ് എത്തിക്കുകയും അവർ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഇനി ചലഞ്ച് എന്താണ്, മാർക്കറ്റേഴ്സിന് എന്താണ് ചലഞ്ച് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. സോ നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ടൂൾസ് എന്താണെന്ന് ചൂസ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റ് ആയിട്ടുള്ള ടൂൾ ചൂസ് ചെയ്യാൻ പറ്റേണ്ടത്. ഇപ്പോൾ എല്ലാ IMCയിലെ ടൂൾസിലും നമ്മുടെ ആ ഒരു ടാർഗറ്റ് സെഗ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് സെഗ്മെന്റ് എന്ന് വെച്ചാൽ ടാർഗറ്റ് ഓഡിയൻസ് ഓർ കസ്റ്റമേഴ്സ്. അപ്പൊ ആ ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ കിട്ടണമെന്നില്ല എല്ലാ മെത്തേഡ്സും. നമുക്ക് ഇപ്പോൾ ഓൾഡ് ഏജ് പീപ്പിൾ ആണെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്സ് പോലെയുള്ള ആപ്പും അല്ലെങ്കിൽ ഗെയിമിംഗ് ആപ്സിലും ഒക്കെ പോയി നമ്മൾ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല
ഏറ്റവും കൂടുതൽ നമ്മൾ പരസ്യം കൊടുക്കുന്നതിന് എന്താണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്? ഇപ്പൊ യൂട്യൂബ് കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു എവല്യൂഷൻ പറ്റി. ദെൻ റേഡിയോ, TV, ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഇതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെ? സോ അതാണ് ആ ഒരു റൈറ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ദം ഇൻടു ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യവും ഒപ്പം തന്നെ ഒരു ചലഞ്ചുമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുക നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പാകത്തിനായിട്ടുള്ളത്. എന്നിട്ട് അവരെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മുടെ IMCയുടെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ക്യാമ്പയിൻ, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്താണ്? സോ മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് റൈറ്റ് ഫ്രം എന്താണ് ആ ഒരു സാധനം പ്രൊഡ്യൂസ് ആകുന്നത് തൊട്ട്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ആവും തൊട്ട് അത് ഒരു കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തും വരെ എന്തൊക്കെ പ്രോസസ് ഉണ്ടോ ആ പ്രോസസ്സിനെ എല്ലാം കളക്ടീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് എന്ന്. അപ്പോൾ ക്യാമ്പയിൻ എന്താണ്? ക്യാമ്പയിൻ ആക്ച്വലി ഈ ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ തന്നെ പൂർത്തീകരിക്കാൻ അത് ഒരു സീരീസ് ഓഫ് ഇവന്റ്, ഒരു പ്ലാൻഡ് ഇവന്റ് ഉണ്ടായിരിക്കും. പ്ലാനും ഡിസൈനും ഒക്കെ ചെയ്ത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് കാണും. അതിൽ പലതരം കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും അല്ലെ? അതിനൊരു തീം ഉണ്ടായിരിക്കും, ഒരു ഐഡിയ ഉണ്ടായിരിക്കും ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏത് ഗോളിലേക്ക്? ഈ ഒരു സാധനം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പം ചിലരുടെ ഗോൾ എന്ന് പറയുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആയിരിക്കും, ചിലരുടെ ഗോൾ എന്ന് പറയുന്നത് എന്താ ഈ ഒരു മാർക്കറ്റ് ഷെയറിന്റെ ഗ്രോത്ത് ആയിരിക്കും, വേറെ ചിലരുടെ എന്താണ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പലതരം ഗോൾ കാണും ഒരു കമ്പനിക്ക് അല്ലെ? ഇപ്പൊ സെയിൽസ് കൂട്ടാനുള്ളവർക്ക് എന്താണ് സെയിൽസ് കൂട്ടുക, അപ്പൊ കൂടുതൽ സാധനം വാങ്ങിപ്പിക്കുക. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, പുതിയ കസ്റ്റമേഴ്സ് വരെ ആയിക്കോട്ടെ, എല്ലാരെയും കൊണ്ടും സാധനങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു ഐഡിയോളജി. സോ എന്താണ് ആ ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം IMC ടൂൾസുകളും അതുപോലെ സ്ട്രാറ്റജീസും ഉപയോഗിച്ച് ഒരു വലിയ പ്ലാൻ ചെയ്യുക, വലിയ ഇവന്റ് പ്ലാൻ ചെയ്യുക, സീരീസ് ഓഫ് ഇവന്റ് പ്ലാൻ ചെയ്യുക. ആ ഒരു ഇവന്റിന് ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വിസ്പർ സാനിറ്ററി പാഡ്സ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ കീപ് ഗേൾസ് ഇൻ സ്കൂൾ എന്നാണ്. അപ്പൊ അവരൊരു ക്യാമ്പയിൻ ചെയ്തത് കീപ് ഗേൾസ് ഇൻ സ്കൂൾ. അത് വേറെ ഒന്നുമല്ല, പീരീഡ്സിന്റെ ടൈമില് ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള, പുറമോട്ട് ചിന്തിക്കുന്ന കുറെ വീട്ടുകാരും ഒപ്പം തന്നെ നമ്മളെ അറിയാത്ത പലരും എന്താണ് ഈ വില്ലേജ് ഏരിയാസിലൊക്കെ ഉള്ളിടത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടാതിരിക്കുകയും ആ ഒരു ടൈമില് കോളേജിലേക്ക് പോവാതിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യും. അപ്പോ അതിന് പകരം അതെന്തോ എന്താണ് പറയുന്നത്, അതെന്തോ ഒരു പന്ന കാര്യമാണ് എന്നുള്ള രീതി എന്താ ബിലീവ് ചെയ്തിരിക്കുന്ന കുറെ പേരുണ്ട്, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരിക, പെൺകുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരിക, ഒപ്പം തന്നെ ഇത് ഒരു ഹെൽത്തി വുമന്റെ പാർട്ടാണ് എന്നുള്ള ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയും കൂടെയാണ് ഇവരുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റും ക്യാമ്പയിനിലും കൂടെ ഇവർ ചെയ്യുന്നത്. ഒപ്പം അവര് ഈ ഒരു കമ്പനിയിൽ CSR ആക്ടിവിറ്റീസും അവർ കുറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ടുള്ള ഹൈജീൻ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലും ഒക്കെ തന്നെ. അപ്പൊ ഇതാണ് ഒരു ക്യാമ്പയിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇവരപ്പം എന്താണ് കസ്റ്റമേഴ്സുമായിട്ട് ഒരു പുതിയ കസ്റ്റമേഴ്സിനെ ഇവര് അക്വയർ ചെയ്യുന്നു. എന്താണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇത് യൂസ് ടു ആവുമ്പോൾ, കംഫർട്ടബിൾ ആവുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇത് വാങ്ങാൻ തുടങ്ങും അല്ലെ? വില്ലേജ് ഏരിയാസിലൊക്കെ അവയർനെസ് വരും. ആൾക്കാർ ഇതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഒപ്പം തന്നെ ഇവരുടെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യവും കൂടി എയിം ചെയ്തിട്ടാണ് ഒരു ക്യാമ്പയിൻ ഒക്കെ നോർമലി വരുന്നത്. ഒപ്പം തന്നെ ഡവിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിയൽ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഡവാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ സ്കിൻ കളർ, നിങ്ങളുടെ സ്കിൻ ടോൺ, നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഇതൊന്നും അല്ല മാറ്റർ. നിങ്ങളുടെ സ്കിന്നിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതിന് എന്ത് നല്ല ബെറ്റർ ഒരു ഫീൽ കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് എന്താണ് ഡവ് അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോ മാറ്റർ ഹൗ ഫെയർ ഓർ ഹൗ ഫെയ്ഡ് യു ആർ എന്നുള്ളൊരു രീതിയിൽ അവര് ദ വേ യു ആർ ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലാണ് അവരവരുടെ അഡ്വർടൈസ്മെന്റ്സ് തരുന്നത്. പിന്നെ ഇത് എല്ലാ IMC പ്രോഗ്രാംസിലും ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് വെറും അഡ്വർടൈസിങ് മാത്രമല്ല, എല്ലാ ക്യാമ്പയിനും ഇത് ആപ്ലിക്കബിൾ ആണ്.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്യാമ്പയിൻ ആണ്. ഏതൊക്കെ രീതിയിലുള്ള ടൈപ്പ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നത്. ഇപ്പോ നമ്മളിപ്പം വിസ്പറിന്റെ കാര്യം പറഞ്ഞു, വില്ലേജ് ഏരിയാസിൽ കൂടുതൽ അവയർനെസ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്, ജോഗ്രഫിക് സ്കോപ്പ് ആണ്. ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ, നാഷണൽ, ഇന്റർനാഷണൽ ഒക്കെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ വില്ലേജ് ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ആപ്പിളുടെ ഐഫോൺസിന്റെ ക്യാമ്പയിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെക് സിറ്റീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നന്നായി കാണാൻ പറ്റും. ഒപ്പം തന്നെ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പൊ ഡവിന്റെ ആണെങ്കിൽ കൂടുതൽ അവർ വിമനെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ, കൺസ്യൂമർ, റീറ്റെയിലർ, ഹോൾസെയിലർ ഓർ സ്പെസിഫിക് സെഗ്മെന്റ് ആണ് ഈ ഒരു വിമൻ എന്ന് പറയുന്നത്. അപ്പൊ കൺസ്യൂമർ ആവാം, റീറ്റെയിലർ ആവാം, ഹോൾസെയിലർ ആവാം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കൺസ്യൂമർ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ല റീറ്റെയിൽ ഷോപ്പിന് വേണ്ടി ഫർദർ പിന്നെയും സെല്ല് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നവരുണ്ട് അല്ലെ, റീസെല്ലിങ്ങിന് വേണ്ടി വാങ്ങുന്നവരുണ്ട്. പിന്നുണ്ട് ബൾക്കായിട്ട് ഈ കോൺട്രാക്ടേഴ്സിനൊക്കെ സിമെന്റ് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ സിമെന്റിന്റെ ഇത് വാങ്ങുന്നുണ്ട്. ഇപ്പൊ സിമെന്റിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, കൺസ്യൂമേഴ്സ് നമ്മൾ ഒരു ചാക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും കുട്ടി കുട്ടി ആവശ്യത്തിനൊക്കെ വീട്ടിലേക്ക് വാങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യമാവാം. പിന്നെ റീറ്റെയിലേഴ്സ് വാങ്ങാറുണ്ട് അല്ലെ, റീറ്റെയിലേഴ്സ് വാങ്ങുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഹോൾസെയിലേഴ്സ് ഈ കോൺട്രാക്ടേഴ്സിനൊക്കെ ഡയറക്റ്റ് ബൾക്കായിട്ടൊക്കെ സാധനം കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, അപ്പൊ അതുപോലെ വാങ്ങാറുണ്ട്. പിന്നെ സ്പെസിഫിക് സെഗ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ക്യാമ്പയിൻ. ദെൻ ക്യാമ്പയിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇപ്പൊ ഈ ക്യാമ്പയിൻ നമ്മൾ പറഞ്ഞു ഒരു സീരീസ് ഓഫ് പ്ലാൻഡ് ഇവന്റ് ആണ്, ഒരു സ്പെസിഫിക് കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗോൾ, ആ ഒരു സീരീസ് ഓഫ് ഇവന്റ് എങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് തീം. എല്ലാത്തിനും ഒരു തീം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അമുൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു, അതൊരു ക്യാമ്പയിൻ ആണ്. ഒപ്പം തന്നെ എന്താണ്, വിസ്പർ കീപ് ഗേൾസ് ഇൻ സ്കൂൾ, അതൊരു ക്യാമ്പയിൻ ആണ്. പിന്നെന്താണ്, ഡവിന്റെ കാര്യം പറഞ്ഞു, റിയൽ ബ്യൂട്ടി. അപ്പൊ ഇതൊക്കെ ഓരോ ക്യാമ്പയിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു സെൻട്രൽ തീമും ഒരു സ്ലോഗനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്ലോഗൻ വെച്ചാണ് ഇവർ എല്ലാ IMC കൂടെ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്സും പ്രൊമോഷൻസും ഒക്കെ ഈ ഒരു കാര്യം ഫുള്ള് കമ്പൈൻ ചെയ്യുന്നത്, ഓൾ ടുഗെദർ ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് ഈ റിയൽ ബ്യൂട്ടി എന്നായിരിക്കും ചിലപ്പോൾ പോസ്റ്റേഴ്സിൽ കാണുന്നതും. പല പല കണ്ടെക്സ്റ്റ് ആയിരിക്കും, അതായത് സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. ചിലപ്പം ഒരു അമ്മയും മോളും കൂടെ ഉള്ളൊരു നോർമൽ കോൺവെർസേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ചിലപ്പം രണ്ട് പ്രൊഫഷണൽസ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ സിനറിയോ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളടക്കം, ആ ഒരു മെസ്സേജ്, ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ കൊക്കക്കോളയുടെ ടേസ്റ്റ് ദ ഫീലിംഗ്. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു തീം എന്ന് പറയുന്നത്. ഇനി കോർഡിനേഷൻ ആണ് അടുത്ത വലിയ കാര്യം. നമ്മൾ ഓൾറെഡി ക്യാമ്പയിൻ എന്താണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഒരു സീരീസ് ഓഫ് ഇവന്റ് ആണ് അല്ലെ. ആ ഒരു സീരീസ് ഓഫ് ഇവന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഈ എല്ലാ ക്യാമ്പയിന്റെ ആക്ടിവിറ്റീസും ഒരുമിപ്പിച്ച് നല്ല കോർഡിനേറ്റ് ചെയ്ത് അതിനെ ഓവറോൾ ആയിട്ട് എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അത്ര ഇമ്പാക്ട് വരുത്തണം എന്നുള്ള ചിന്താഗതിയോടായിരിക്കും അല്ലെ. ഒരു മാറ്റം വരുത്താൻ അല്ലെ, ഒരു ചിന്താഗതി, ആ ഒരു കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ ക്യാമ്പയിൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കൊണ്ടുവരാൻ അത്ര ഇമ്മൻസ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് വേണം എന്നാണ് ഇവിടെ വരുന്നത്, ആ ഒരു കോർഡിനേഷന്റെ സ്ട്രക്ചർ പറയുന്നത്. സോ തീം ആൻഡ് കോർഡിനേഷൻ. നെക്സ്റ്റ് ഇസ് കമ്പോണൻസ് ഓഫ് ക്യാമ്പയിൻ. എന്തൊക്കെയാണ് IMCയിലെ മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ എലമെന്റ് ആയിട്ട് പഠിച്ചിരുന്നു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അഡ്വർടൈസിങ്, TV അഡ്വർടൈസ്മെന്റ്, പ്രിന്റ് ആഡ്, നമ്മളുടെ ഫോണിൽ അഡ്വർടൈസ്മെന്റ്സ് വരാറുണ്ട്. അങ്ങനെ അത് തന്നെയാണ് നമ്മൾ നോർമലി കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ തന്നെയാണ്. പിന്നെന്താണ് ഡയറക്ട് മാർക്കറ്റിംഗ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒന്നുകിൽ ഫോൺ കോൾസ് അല്ലെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഇമെയിൽസ് ആയിട്ടൊക്കെ നമുക്ക് വരുന്നതാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് പേഴ്സണൽ സെല്ലിംഗ്, അതെന്താണ്, സെയിൽസ് ടീം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റും മോൾസിലും ഒക്കെ ചെല്ലുമ്പോൾ പറയുന്നത്, അതിനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ 50% ഓഫ്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റോറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാം. അപ്പൊ അതിനാണ് സെയിൽസ് പ്രൊമോഷൻ, ആൾക്കാർ കൂടുതൽ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക.
അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നെക്സ്റ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വെബ്സൈറ്റിന്റെ കണ്ടന്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ളിടത്ത് നമ്മൾ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റും ഒക്കെ തന്നെ അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതും അതിന്റെ അവയർനെസ് വരുത്തുന്നതും ഒക്കെ തന്നെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇനി പബ്ലിക് റിലേഷൻസ് എന്താണ്? പബ്ലിക് റിലേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ പ്രസ് റിലീസ്, അതേപോലെ ഇന്റർവ്യൂസും കാര്യങ്ങളും, ന്യൂസ് ലെറ്റർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ പബ്ലിക് റിലേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഈ ഒരു ക്യാമ്പയിൻ മാക്സിമം മീഡിയ കവറേജ് നമ്മൾ ഒപ്പിക്കാൻ നോക്കും ആ ഒരു പബ്ലിക് റിലേഷനിൽ. കാരണം ഇപ്പൊ ഈ ടെസ്ലയുടെ ഒക്കെ ആണെങ്കിൽ കണ്ടിട്ടില്ലേ, ടെസ്ലയുടെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ് റിലീസ് ഒക്കെ വരുന്നുണ്ടെ ഹെവൻലി മീഡിയ കവറേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. എന്താ, അവരുടെ ആ ഒരു ടാക്ടിക്സ് ആണ്. പുതിയൊരു സാധനം ലോഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ആപ്പിളിന്റെ ഒക്കെ ആണെങ്കിൽ കണ്ടിട്ടില്ലേ, അവര് വലിയൊരു ഇവന്റ് പോലെയാണ് കാര്യങ്ങളെല്ലാം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, മീഡിയാസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതും ഒക്കെ. അവിടെ പോകാന്ന് വെച്ചാൽ ഒരു നോൺ പെയ്ഡ് പ്രൊമോഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും എങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഒരു IMCയുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെയും ഒക്കെ ഒരു സക്സസ് എങ്ങനെയാണ് നമുക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രിപ്പറേഷൻ ഓഫ് ഡിസ്പ്ലേ മെറ്റീരിയൽസ്, നമ്മൾ എന്തെങ്കിലും ഒരു IMC ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊരു പുതിയൊരു ഐഡിയോളജി, ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ ഓൾറെഡി സെറ്റ്, ഒരു തീം സെറ്റ് ചെയ്തു. തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് തന്നെ ചെയ്യേണ്ടേ നമ്മളുടെ ഡിസ്പ്ലേ മെറ്റീരിയൽസ് എല്ലാം ആ ഒരു എന്താണ് നമ്മളുടെ ആ ഒരു IMC ക്യാമ്പയിൻ ആ ഒരു തീമിനെ അലൈൻ ചെയ്യുന്ന പോലെ തന്നെ, തീമിനെ സപ്പോർട്ട് ചെയ്യും പോലെയുള്ള ഡിസ്പ്ലേ മെറ്റീരിയൽസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു മെസ്സേജ്, ആ ഒരു ഡിസൈൻ, ഇതൊക്കെ ആയിരിക്കണം ആ ഒരു പ്രിപ്പറേഷൻ ഓഫ് ഡിസ്പ്ലേ മെറ്റീരിയൽസിൽ ഉണ്ടാവണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് കോർഡിനേഷൻ ഇൻ പ്രൊഡക്റ്റ് ഡെലിവറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ, അല്ലെങ്കിൽ ഈ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, അൽമാര, അതേപോലെ തന്നെ വലിയ ടേബിൾ, ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പൊ ഈ സാധനം നമ്മുടെ സ്റ്റാഫ് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് ഓൺലൈൻ നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ഇൻക്വയറി ആൻഡ് ദെൻ ഒരു സാധനത്തിന്റെ റിക്വസ്റ്റ് റേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിൽ ദ ഡെലിവറി, ആ ഡേറ്റ് ഓഫ് ഡെലിവറി അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചതിൽ തന്നെ ഡിലേ ഇല്ലാണ്ട് തന്നെ അവർക്ക് ഡെലിവർ ആവുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അവർക്ക് എന്താണ് ആ ഒരു പാക്കേജ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് തന്നെ നമ്മളുടെ കമ്പനിയുടെ സ്റ്റാഫ്സ് ദേ ഷുഡ് മേക്ക് ഷുവർ. കാരണം എന്താണ്, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ ഈസിലി സ്വിച്ച് ആക്കും ബ്രാൻഡ്സ്. കാരണം ദർ ആർ എൻ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അവരെന്താണ്, പ്രൊഡക്റ്റിന്റെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. അതിൽ കറക്റ്റ് എല്ലാ പോയിന്റ്സിലും വെൽ സ്റ്റോക്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു ക്യാമ്പയിൻസിന്റെ സമയത്ത്. അപ്പോ അയ്യോ സാധനം തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈസിലി എന്നാ പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിൽ അവർ കൺവേർട്ട് ആയി പോകും. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ടു എൻഷുർ ദ സക്സസ് ഓഫ് IMC ഇൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമ്മൾ എന്താണ്, നമ്മൾ ഡിസ്പ്ലേ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണം, ഒപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡെലിവറി കോർഡിനേറ്റ് ചെയ്യണം. പിന്നെന്താണ് പറയുന്നത്, പബ്ലിക് ആൻഡ് മീഡിയ റിലേഷൻസ്. ഈ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പബ്ലിസിറ്റി കിട്ടുക അല്ലെ. അപ്പൊ ആ ഒരു മീഡിയ കവറേജ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഏരിയാസ് കഴിവതും സ്പോട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, അവാർഡ് നൈറ്റ്സിലൊക്കെ നമ്മുടെ സെലിബ്രിറ്റീസ് ചെന്നിട്ട് അവരുടെ ഇന്റർവ്യൂസോ അല്ലെ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യുന്നതിന്റെ ബാക്കിലെ വാളിലൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് കാണാം. മെയിൻലി ഏതെങ്കിലും ഒരു മീഡിയ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു റേഡിയോ സ്റ്റേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒക്കെ ആയിരിക്കും അവിടെ. അപ്പൊ അതെന്ന് വെച്ചാൽ മാസായിട്ട് നെക്സ്റ്റ് ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈനിന്റെ ഒപ്പം തന്നെ ഈ ഒരു മീഡിയ കവറേജ് വരുന്നതാണ്. അത് അപ്പോഴെന്താണ്, അത് മാസായിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവരിലേക്കും അത് എത്തും അല്ലെ. ഈ ഒരു സെലിബ്രിറ്റീസിന്റെ കാര്യത്തിലൊക്കെ എല്ലാവരിലേക്കും എത്തും. പിന്നെ പലപ്പോഴും കണ്ടിട്ടില്ലേ നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ച് ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിലും ഫുട്ബോൾ മാച്ച് ഒക്കെ കഴിഞ്ഞ് പാനൽസിലും അവരുടെ ഈ മാൻ ഓഫ് ദ മാച്ച് അതേപോലെയുള്ള ക്യാപ്റ്റൻസ് ഒക്കെ വന്ന് സീറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ബ്രാൻഡ്സിന്റെ വാട്ടറോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സോ എനർജി ഡ്രിങ്ക്സോ ഒക്കെ കാണും. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്
എന്താ ഹെവി മീഡിയയുടെ പബ്ലിസിറ്റി നേടാൻ വേണ്ടിയിട്ടുള്ളത്. ഇവന്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പയിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഔട്ട്സൈഡ് ദ കമ്പനി നമ്മൾ എപ്പോഴും ഈ വില്ലേജിലൊക്കെ വിസ്പറിന്റെ ക്യാമ്പയിൻസ് നടക്കുമ്പോൾ അവര് എന്താണ് വില്ലേജേഴ്സിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇവന്റ് പ്ലാനിങ് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താ ഓർഗനൈസേഷന്റെ വെളിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സഫീഷ്യന്റ് ലീഡ് ടൈം, അതായത് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈമിങ് എത്ര വേണം, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പയിന്റെ ഒപ്പം അത് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി നമ്മളുടെ ആ ഒരു പെർsuasion, ആ ഒരു പ്രേരണ ഉണ്ടായിരിക്കണം നമ്മളുടെ ഇവന്റ് പ്ലാനിങ്ങിൽ. സോ അതായിരിക്കണം നമ്മുടെ മെയിൻ തീം, അപ്പാർട്ട് ഫ്രം ആ ഒരു ജസ്റ്റ് ബീങ് എ ക്യാമ്പയിൻ. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമല്ലായിരിക്കണം, ബട്ട് ആ ഒരു അവയർനെസ്സിൽ കൂടെ വരുന്ന ഓരോ വിസിറ്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സെയിൽസ് ആക്കി മാറ്റാൻ കഴിയണം എന്നുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. Feel free to ask any questions if you have, and thank you.